Example 27. Consider f from set 1 to 3 to set ABC and g from set ABC to set apple, ball, cat defined as f of 1 is equal to a, f of 2 is equal to b, f of 3 is equal to c, g of a is equal to apple, g of b is equal to ball, and g of c is equal to cat. Show that f, g and g composition f are invertible. Find out f inverse, g inverse and g composition f inverse, and show that g composition f inverse equal to f inverse composition g inverse. ഈ ക്വസ്റ്റനിൽ നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്, എഫും തന്നിട്ടുണ്ട് ജിയും തന്നിട്ടുണ്ട്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എഫും ജിയും ജി കോമ്പോസിഷൻ എഫും ഇൻവെർട്ടിബിൾ ആണെന്ന് കാണിക്കണം. സെക്കൻഡായിട്ട് എഫ് ഇൻവേഴ്സും ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സും കണ്ടുപിടിക്കണം. തേർഡ് നമുക്ക് ഈക്വേഷൻ പ്രൂവ് ചെയ്യണം. അതായത് ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് ആണെന്ന് കാണിക്കണം. അപ്പോൾ അതിന് മുന്നേ ഇൻവെർട്ടിബിളിൻ്റെ ഡെഫിനേഷൻ എന്തായിരുന്നു? ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആണെന്നുണ്ടെങ്കിൽ, അതായത് എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എക്സ് ടു വൈ ഇൻവെർട്ടിബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റണം. വൈ ടു എക്സ് ആയിരിക്കണം. എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻസ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഇൻവെർട്ടിബിളിന് വേറൊരു ഡെഫിനേഷനും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. എഫ് ഇൻവെർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഈസ് 1 1 ആൻഡ് ഓൺ 2. അപ്പം ഇൻവെർട്ടിബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട്, ഇൻവെർട്ടിബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എഫ് 1 1 ആൻഡ് ഓൺ 2 ആണെന്ന് കാണിച്ചാലും മതി. പക്ഷേ ആ എഫ് ഇൻവെർട്ടിബിൾ ആണെന്ന് കാണിക്കും വേണം. അതിൻ്റെ ഇൻവേഴ്സും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 1 ആൻഡ് ഓൺ 2 മാത്രം കാണിച്ചാൽ പോരാ. ശരിക്കും ആ ഇൻവെർട്ടിബിളിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് ജി കണ്ടുപിടിക്കണം. എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫ് ഒക്കെ വെച്ചിട്ട് അത് നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇൻവേഴ്സ് കണ്ടിപ്പോൾ നമ്മൾ മുന്നേ ചെയ്ത എക്സാമ്പിൾസിലൊക്കെ ഇൻവേഴ്സ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഇൻവെർട്ടിബിളിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് തന്നെയാണ് ചെയ്തു പോകുന്നത്. ഇനി ഇൻവെർട്ടിബിൾ ആണെന്ന് മാത്രം കാണിച്ചാൽ മതി, ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് വയ്ക്കുക. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന ഫംഗ്ഷൻ എഫും ജിയും ഒക്കെ 1 1 ആൻഡ് ഓൺ 2 ആണെന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഈ ക്വസ്റ്റനിൽ നമുക്ക് ഇൻവെർട്ടിബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഫസ്റ്റ് പറഞ്ഞു. അതോടൊപ്പം അവർ ഇൻവേഴ്സും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ 3 ഫംഗ്ഷൻ്റെയും ഇൻവേഴ്സും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 1 ആൻഡ് ഓൺ 2 മാത്രം അത് വെച്ച് മാത്രം എഴുതാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കിട്ടുമായിരുന്നു. എഫ് എന്ന് പറയുന്നതും ജി എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് 1 എന്ന് പറയുന്നത് എ ആണ്, എഫ് ഓഫ് 2 എന്ന് പറയുന്നത് ബി ആണ്, എഫ് ഓഫ് 3 ഈസ് ഈക്വൽ ടു സി ആണ്. അതായത് ഈ എഫിൻ്റെ ഡൊമൈനിലത്തെ എല്ലാത്തിനും ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് എന്ന് പറയുന്നത് യൂണീക്കാണ്. അതുപോലെ കോഡൊമൈൻ എടുക്കുകയാണെങ്കിൽ കോഡൊമൈൻ എന്ന് പറയുന്നത് ഇമേജ് ആയിട്ട് വരുന്നതാണ്. അതായത് കോഡൊമൈൻ ഒരു പ്രീ ഇമേജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എയും ബിയും സിയും ഈ 3 എലമെൻസിനും ഒരു പ്രീ ഇമേജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എഫ് എന്ന് പറയുന്നത് ഇവിടുന്ന് 1 1 ആണെന്ന് കിട്ടുമല്ലോ. അതുപോലെ ജി എടുക്കുകയാണെങ്കിൽ ഇതേ ജി ഓഫ് എ എന്ന് പറയുന്നത് ആപ്പിൾ ആണ്, ജി ഓഫ് ബി എന്ന് പറയുന്നത് ബോളാണ്, ജി ഓഫ് സി എന്ന് പറയുന്നത് ക്യാറ്റ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ജി എന്ന് പറയുന്നത് 1 1 ആണെന്ന് പറഞ്ഞു കിട്ടും, ഓൺ 2 എന്ന് പറഞ്ഞു കിട്ടും. കാരണം ഇതിലെല്ലാ എലമെൻസിനും, ഡൊമൈനിലത്തെ എല്ലാ എലമെൻസിനും ഇമേജ് ഉണ്ട്, അത് യൂണീക്കുമാണ്. അതുപോലെ കോഡൊമൈൻ എടുക്കുകയാണെങ്കിൽ കോഡൊമൈനിലെ എല്ലാ എലമെൻസിനും ഒരു പ്രീ ഇമേജ് ഉണ്ട്. അപ്പോൾ എഫും ജിയും 1 1 ആണ്, ഓൺ 2 ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 18ാമത്തെയും 19ാമത്തെ ഒരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. അതായത് എഫും ജിയും 1 1 ആണെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് 1 1 ആയിരിക്കും. അതുപോലെ എഫും ജിയും ഓൺ 2 ആണെങ്കിൽ ജി കോമ്പോസിഷൻ എഫും ഓൺ 2 ആയിരിക്കും. ഇവിടെ നമുക്ക് എഫും ജിയും 1 1 ആൻഡ് ഓൺ 2 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എഫും ജിയും 1 1 ആൻഡ് ഓൺ 2 ആണെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നതും 1 1 ആൻഡ് ഓൺ 2 ആയിരിക്കും. ഇനി ഇൻവെർട്ടിബിൾ പറഞ്ഞല്ലോ, എഫ് ഈസ് ഇൻവെർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് എന്ന് പറയുന്നത് 1 1 ആൻഡ് ഓൺ 2. അപ്പോൾ ഇതൊക്കെ കൂടി കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് പറയാം? എഫും ജിയും ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നതും ഇൻവെർട്ടിബിൾ ആണെന്ന് പറയാം. പക്ഷെ നമ്മുടെ ഇൻവേഴ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ മാത്രം പോരാ. അപ്പോൾ നമുക്ക് ഇൻവെർട്ടിബിളിൻ്റെ ഡെഫിനേഷൻ വെച്ച് തന്നെ എഴുതണം. അതായത് എഫിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് ആ എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സും എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫ് എന്നൊക്കെ പറയുന്നത് ഐഡൻറ്റിറ്റി എലമെൻ്റാണെന്ന് കാണിക്കണം. അതുപോലെ ഇതിൻ്റെ ഓരോന്നിൻ്റെയും കാണിക്കാനുണ്ട്. അപ്പോൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞ കാരണം കൊണ്ട്, അതല്ല ഇൻവെർട്ടിബിൾ മാത്രം വരെ ക്വസ്റ്റ്യൻ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ആ തിയറി എഴുതി വെച്ചാൽ മതി. ഇതൊക്കെ കണ്ടുപിടിക്കാനുണ്ട്. ഇത്തിരി ലെങ്തിയാണ്, എന്നാലും ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ എഫ് എന്ന് പറയുന്നത് സെറ്റ് 1 2 3യിൽ നിന്ന് സെറ്റ് എ ബി സിയിലേക്കുള്ള ഒരു മാപ്പിംഗ് ആണ് തന്നിട്ടുണ്ട്. ഇത് ഡിഫൈൻ ചെയ്തേക്കുന്നത് എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു എ, എഫ് ഓഫ് 2 ഈസ് ഈക്വൽ ടു ബി, എഫ് ഓഫ് 3 ഈസ് ഈക്വൽ ടു സി. അങ്ങനെയാണ് എഫ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അടുത്തത് ജി എടുക്കുകയാണ്. ജി എന്ന് പറഞ്ഞ മാപ്പിംഗ് എവിടുന്ന? എ ബി സിയിൽ നിന്ന് സെറ്റ്
ആപ്പിൾ ബോൾ ക്യാറ്റ്. ഇതിലോട്ടുള്ളൊരു മാപ്പിംഗ് ആണ്. ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ജി ഓഫ് എ ഈസ് ഈക്വൽ ടു ആപ്പിൾ, ജി ഓഫ് ബി ഈസ് ഈക്വൽ ടു ബോൾ, ജി ഓഫ് സി ഈസ് ഈക്വൽ ടു ക്യാറ്റ്. നമുക്കറിയാം ഈ എഫും ജി എന്ന് പറയുന്നത് എന്താ? 1 1 ആൻഡ് ഓൺ 2 ആണ്. ഈ ഡെഫിനേഷനിൽ തന്നെ കിട്ടും 1 1 ആൻഡ് ഓൺ 2 ആണ്. നമുക്ക് എഫിനൊരു ഇൻവേഴ്സ് ഉണ്ടെന്ന് പറയാമല്ലോ. എഫിനും ഉണ്ടായിരിക്കും ജിക്കും ഒരു ഇൻവേഴ്സ് ഉണ്ടെന്ന് പറയാം. നോട്ട് ദാറ്റ് by definition f and g are bijective functions. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എഫിനും ജിക്കും ഇൻവേഴ്സ് ഉണ്ടെന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ലെറ്റ് എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് എടുക്കുന്നത്? എഫ് എന്ന് പറയുന്നത് 1 2 3 എന്ന് എ ബി സിയിലോട്ടുള്ളതാണ്. അപ്പോൾ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ബി സിയിൽ നിന്ന് 1 2 3 1 2 3. എഫും ജിയും ഒക്കെ ഇൻവേർട്ടിബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഇൻവേർട്ടിബിളിൻ്റെ പക്ക ഡെഫിനേഷൻ വെച്ച് പ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എഫും ജിയും ഒക്കെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയ കാരണം കൊണ്ട് നമുക്ക് വേറെ ഇൻവേഴ്സ്, അതായത് എഫ് എടുക്കുമ്പോൾ നമ്മൾ ഡെഫിനേഷൻ അനുസരിച്ച് ജി ആയിരുന്നു അതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ എഫ് ഇൻവേഴ്സ് ആണ് ഇൻവേഴ്സ് ഫംഗ്ഷനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു ഇൻവേഴ്സ് ഫംഗ്ഷൻ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഈ എഫിൻ്റെ ഡയറക്റ്റ് ആയിട്ട് എഫ് ഇൻവേഴ്സ് എഴുതിയാൽ മതി. കാരണം എഫ് എന്ന് പറയുന്നത് ബൈജക്റ്റീവ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇതിലിനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സും എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫും എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ എഫ് ഇൻവേഴ്സ് തന്നെയായിരിക്കും അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇത് എഫിൻ്റെയിലും ജിയുടെയിലും ജി കോമ്പോസിഷൻ എഫിൻ്റെയിലും പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇനി ജി ഇൻവേഴ്സ് എന്ന് പറയുന്നത് ജി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എവിടെ നിന്ന് എവിടേക്കാ? എ ബി സിന്ന് ആപ്പിൾ ബോൾ ക്യാറ്റിലേക്കുള്ളതാണ്. അപ്പോൾ നമുക്ക് തിരിച്ചു ജി ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ തിരിച്ചു വരും. ആപ്പിൾ ബോൾ ക്യാറ്റിൽ നിന്ന് സെറ്റ് എ ബി സിയിലോട്ടുള്ളതാണ്. ഇനി ഈ ഫംഗ്ഷൻ എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എങ്ങനെയാണ് വരാൻ നോക്കാം. എഫ് ഓഫ് 1 എന്ന് പറയുന്നത് എ ആണ്. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. അതുപോലെ എഫ് ഇൻവേഴ്സ് ഓഫ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും. എഫ് ഇൻവേഴ്സ് ഓഫ് സി എന്ന് പറയുന്നത് 3 ആയിരിക്കും. അതുപോലെ ജി ഓഫ് എ ഈസ് ഈക്വൽ ടു ആപ്പിൾ ആണ്. അപ്പം ജി ഇൻവേഴ്സ് ഓഫ് ആപ്പിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ആയിരിക്കും. അതുപോലെ ജി ഇൻവേഴ്സ് ഓഫ് ബോൾ എന്ന് പറയുന്നത് ബി ആയിരിക്കും. ജി ഇൻവേഴ്സ് ഓഫ് ക്യാറ്റ് എന്ന് പറയുന്നത് സി ആയിരിക്കും. അപ്പം അങ്ങനെയാണ് ഈ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ബി ഡിഫൈൻഡ് ആസ് f inverse of A is equal to 1, f inverse of B is equal to 2, f inverse of C is equal to 3, G inverse of apple is equal to A, G inverse of ball is equal to B, G inverse of cat is equal to C. അപ്പോൾ എഫും കിട്ടി, ജിയും കിട്ടി, എഫ് ഇൻവേഴ്സും കിട്ടി, ജി ഇൻവേഴ്സും കിട്ടി. ഇനി നമ്മൾ എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സും എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫും കണ്ടുപിടിക്കണം. അത് ഫസ്റ്റ്. എന്നാലാണ് നമുക്ക് എഫ് എന്ന് പറയുന്നത് ഇൻവെർട്ടിബിൾ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എവിടോട്ടുള്ളതായിരിക്കും? എഫ് എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എഫിൻ്റെ ഡൊമൈനിൽ നിന്ന് എഫ് ഇൻവേഴ്സിൻ്റെ കോഡൊമൈനിലോട്ടുള്ളതാണ്. അപ്പം എഫ് എന്ന് പറയുന്നത് 1 2 3 തൊട്ട് എ ബി സി വരെയാണ്. അപ്പോൾ എഫിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് 1 2 3 ആണ്. ഇനി എഫ് ഇൻവേഴ്സിൻ്റെ കോഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് 1 2 3 ആണ്. അപ്പോൾ എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് 1 2 3 നിന്ന് 1 2 3ലോട്ടുള്ളതാണ്. ഇനി എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫ് ഓഫ് ഫസ്റ്റ് എലിമെൻ്റ് എടുത്തു 1. ഞാൻ ഡെഫിനേഷൻ അനുസരിച്ച് എങ്ങനെ എഴുതാം? എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് 1 എന്ന് പറഞ്ഞത് എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് 1 എന്ന് പറയുന്നത് നമ്മൾ എഫ് ഓഫ് 1 എ ആണ് കണ്ടുപിടിച്ചിട്ട് തന്നിട്ടുണ്ട്. എഫ് ഓഫ് 1 എന്ന് പറയുന്നത് എ ആണ് തന്നിട്ടുണ്ട്. ഇനി എഫ് ഇൻവേഴ്സ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പം എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 1 തന്നെയാണ് വരുന്നത്. ഇനി എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫ് ഓഫ് 2 എടുക്കുകയാണ്. which is equal to f inverse, definition അനുസരിച്ച് f inverse of f of 2 ആണ്, which is equal to f inverse of f of 2 എന്ന് പറയുന്നത് b ആണ്. f inverse of b എന്ന് പറയുന്നത് 2 ആണ്. ഇനി തേർഡ് f inverse composition f of 3,
which is equal to f inverse of f of 3 ആണ്, which is equal to f of 3 എന്ന് പറയുന്നത് c എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം f inverse of c equal to 3 ആണ്. നോക്കിയേ, 1ൻ്റെ ഇമേജ് 1 ആണ്, 2ൻ്റെ ഇമേജ് 2 ആണ്, 3യുടെ ഇമേജ് 3 ആണ്. അപ്പം എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണെന്ന് പറയാമല്ലോ. അപ്പം എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫ് ഈസ് ഈക്വൽ ടു ഡയറക്റ്റ് ആയിട്ട് ഇതാണ് ഐ എവിടത്തെയാണ് 1 2 3 ആണ്. ഇനി അടുത്തത് എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ആണ് നോക്കണ്ടേ. എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ്, അപ്പോൾ ഇത് എഫ് ഇൻവേഴ്സിൻ്റെ ഡൊമൈനിൽ നിന്ന് എഫിൻ്റെ കോഡൊമൈനിലേക്കുള്ളതാണ്. എഫ് ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് എ ബി സി ആണ്. അപ്പോൾ എഫിൻ്റെ കോഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് എ ബി സി ആയിരുന്നു. അപ്പോൾ ഈ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എ ബി സിയിൽ നിന്ന് എ ബി സിയിലോട്ടുള്ളതാണ്. ഇനി എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് ഫസ്റ്റ് എലമെൻറ്റ് എ എടുക്കുകയാണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഡെഫിനേഷൻ അനുസരിച്ച് എന്തായിരിക്കും എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് എ ആണ്. ഈ എഫ് ഇൻവേഴ്സ് ഓഫ് എ എന്ന് പറയുന്നത് 1 ആണ്. അപ്പം എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 1 എന്ന് പറയുന്നത് എ ആണ്. അടുത്ത എലമെൻറ്റ് എടുക്കുക, എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് ബി ഈക്വൽ ടു എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ബി, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് ബി എന്ന് പറയുന്നത് 2 ആണ്. അപ്പം എഫ് ഓഫ് 2 വരും. എഫ് ഓഫ് 2 എന്ന് പറയുന്നത് ബി ആണ്. തേർഡ് എലമെൻറ്റ് എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് സി, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് സി, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് സി എന്ന് പറയുന്നത് 3 ആണ്. എഫ് ഓഫ് 3 എന്ന് പറയുന്നത് എന്താണ്, സി ആണ്. അപ്പോൾ എ എന്ന് പറയുന്ന എലമെൻറ്റ് എയുടെ ഇമേജ് എ ആണ്, ബിയുടെ ഇമേജ് ബി ആണ്, സിയുടെ ഇമേജ് സി ആണ്. അപ്പോൾ ഇതിന് എന്ത് കിട്ടും, ഈ എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആണെന്ന് കിട്ടുമല്ലോ എവിടുത്തെ സെറ്റ് എ ബി സിയിലത്തെ. അപ്പോൾ എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ സെറ്റ് എ ബി സി. അപ്പോൾ എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സും എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നതും ഐഡൻറ്റിറ്റി ഫംഗ്ഷൻസ് ആണെന്ന് പറഞ്ഞാൽ കിട്ടി. ഈ ജിയുടെയും കാണിക്കണം, ഇതേപോലെ തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ ഈ അടുത്തത് ജി ഇൻവേഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ ജി ഇൻവേഴ്സാണ് കാണിക്കുന്നത്. അപ്പോൾ ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി എന്ന് പറയുമ്പോൾ ജിയുടെ ഡൊമൈനിൽ നിന്ന് ജി ഇൻവേഴ്സിൻ്റെ കോഡൊമൈനിലേക്ക്. ജിയുടെ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് എ ബി സി ആണ്. ടു ജി ഇൻവേഴ്സിൻ്റെ കോഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് എ ബി സി തന്നെയാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എ ബി സി ടു എ ബി സിയിലോട്ടുള്ളതാണ്. ഇനി ഫസ്റ്റ് എലമെൻറ്റ് എടുക്കുക, ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഓഫ് എ ഈക്വൽ ടു ജി ഇൻവേഴ്സ് ഓഫ് ജി ഓഫ് എ ഈക്വൽ ടു ജി ഇൻവേഴ്സ് ഓഫ് ജി ഓഫ് എ എന്ന് പറയുന്നത് ആപ്പിൾ എന്ന് തന്നിട്ടുണ്ട്. ജി ഓഫ് എ ഇനി ജി ഇൻവേഴ്സ് ഓഫ് ആപ്പിൾ എന്ന് പറയുന്നത് എന്താ, എ ആണ്. ഇനി നെക്സ്റ്റ് ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഓഫ് ബി ഈക്വൽ ടു ജി ഇൻവേഴ്സ് ഓഫ് ജി ഓഫ് ബി ഈക്വൽ ടു ജി ഇൻവേഴ്സ് ഓഫ് ജി ഓഫ് ബി എന്ന് പറയുന്നത് എന്താ, ബോളാണ് തന്നിട്ടുണ്ട്. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻവേഴ്സ് ഓഫ് പോൾ എന്ന് പറയുന്നത് ബി ആണ്. ഈ ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഓഫ് സി ഇസ് ഈക്വൽ ടു ജി ഇൻവേഴ്സ് ഓഫ് ജി ഓഫ് സി, വിച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻവേഴ്സ് ഓഫ് ജി ഓഫ് സി എന്ന് പറയുന്നത് കാറ്റാണ് തന്നിട്ടുണ്ട്. ജി ഇൻവേഴ്സ് ഓഫ് കാറ്റ് എന്ന് പറയുന്നത് സി ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ എയുടെ ഇമേജ് എ ആണ്, ബിയുടെ ഇമേജ് ബി ആണ്, സിയുടെ ഇമേജ് സി ആണ്. അപ്പോൾ ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണെന്ന് കിട്ടും. എവിടുത്തെ എ ബി സിയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എ ബി സി. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി ജി കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് എന്ന് പറയുന്നതും ഐ ആന്ന് പറഞ്ഞ് കാണിക്കണം. ഇനി ജി കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് ഇത് എവിടെ നിന്ന് എവിടോട്ടുള്ളതാണ്, ജി ഇൻവേഴ്സിൻ്റെ ഡൊമൈനിൽ നിന്ന് ജിയുടെ കോഡൊമൈനിലേക്ക്. ജി ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ആപ്പിൾ ബോൾ കാറ്റാണ്. ജിയുടെ കോഡൊമൈൻ എന്ന് പറയുന്നത് ഇതന്നെ സെറ്റ് ആപ്പിൾ ബോൾ കാറ്റാണ്. ഇനി ജി കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് ഓഫ് ഓരോ എലമെൻസിൻ്റെ ഇമേജ് കണ്ടുപിടിക്കുക. ആപ്പിൾ എടുക്കുകയാണ്. അപ്പോൾ നമുക്കിതിനെങ്ങനെ എഴുതാം, ജി ഓഫ് ജി ഇൻവേഴ്സ് ഓഫ് ആപ്പിൾ വിച്ച് ഇസ് ഈക്വൽ ടു ജി ഓഫ് ജി ഇൻവേഴ്സ് ഓഫ് ആപ്പിൾ എന്ന് പറയുന്നത് എ ആണ്. ജി ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്, ആപ്പിൾ ആണ്. ഇനി അടുത്തത്
ജി കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് ഓഫ് ബോൾ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ജി ഓഫ് ജി ഇൻവേഴ്സ് ഓഫ് ബോൾ ഈക്വൽ ടു ജി ഓഫ് ജി ഇൻവേഴ്സ് ഓഫ് ബോൾ എന്ന് പറയുന്നത് ബി ആണ്, ജി ഓഫ് ബി എന്ന് പറയുന്നത് ബോൾ ആണ്. ഇനി ലാസ്റ്റ് ജി കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് ഓഫ് ക്യാറ്റ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ജി ഓഫ് ജി ഇൻവേഴ്സ് ഓഫ് ക്യാറ്റ് ഈക്വൽ ടു ജി ഓഫ് ജി ഇൻവേഴ്സ് ഓഫ് ക്യാറ്റ് എന്ന് പറയുന്നത് എന്താ, സി ആണ്. ജി ഓഫ് സി എന്ന് പറയുന്നത് ക്യാറ്റ് ആണ്. അപ്പോൾ ആപ്പിളിൻ്റെ ഇമേജ് ആപ്പിളാണ്, ബോളിൻ്റെ ഇമേജ് ബോളാണ്, ക്യാറ്റിൻ്റെ ഇമേജ് ക്യാറ്റാണ്. അപ്പോൾ അത് തന്നെയാണ് എലമെൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ പറയാം, ജി കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഐ എവിടത്തെയായിരുന്നു, ആപ്പിൾ ബോൾ ക്യാറ്റ്, ഈ ഡൊമൈനിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് നമുക്ക് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണെന്ന് പറഞ്ഞു കിട്ടി. അപ്പോൾ ഇതിന് എഫും ജിയും ഇൻവേർട്ടിബിൾ ആണ്. ഇനി ഒരെണ്ണം കൂടി കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു, ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത്. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് ഇൻവേർട്ടിബിൾ ആണെന്ന് കാണിക്കാനും നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യുന്നത്. ആദ്യം ജി കോമ്പോസിഷൻ എഫ് ഡിഫൈൻ ചെയ്യണം, പിന്നെ ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഒക്കെ ഡിഫൈൻ ചെയ്യണം. ഇപ്പോൾ ജി കോമ്പോസിഷൻ എഫ് ആണ് അടുത്ത് നോക്കേണ്ടതെന്ന് പറഞ്ഞു. ഇപ്പോൾ ജി കോമ്പോസിഷൻ എഫ്, ഇത് മുന്നത്തെ കാര്യങ്ങളൊന്നും എടുത്ത് എഴുതിയുള്ളൂ. ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എഫിൻ്റെ ഡൊമൈനിൽ നിന്ന് ജിയുടെ കോഡൊമൈനിലേക്കുള്ളതാണ്. അപ്പോൾ എഫിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് 1 2 3 ആണ്. സെറ്റ് 1 2 3യിൽ നിന്ന് ജിയുടെ കോഡൊമൈൻ എന്ന് പറയുന്നത് ആപ്പിൾ ബോൾ ക്യാറ്റ് ആണ്. അപ്പോൾ ഈ ഫംഗ്ഷനാണ് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ ഡിഫൈൻ ചെയ്തേക്കെന്ന് നോക്കാം. ഈസ് ഗിവൺ ബൈ ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1, ഫസ്റ്റ് എലമെൻ്റ് എടുത്തു, വിച്ച് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് 1 ആണ് ഡെഫിനേഷൻ അനുസരിച്ച്, വിച്ച് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് 1 എന്ന് പറയുന്നത് എ ആണ്, ജി ഓഫ് എ എന്ന് പറയുന്നത് ആപ്പിൾ ആണ്. ഇനി ജി കോമ്പോസിഷൻ എഫ് ഓഫ് 2 എന്ന് പറയുന്നത് ജി ഓഫ് എഫ് ഓഫ് 2 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് 2 എന്ന് പറയുന്നത് ബി ആണ്, ജി ഓഫ് ബി എന്ന് പറയുന്നത് ബോളാണ്. അടുത്തത് ജി കോമ്പോസിഷൻ എഫ് ഓഫ് 3 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് 3 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് 3 എന്ന് പറയുന്നത് സി ആണ്, ജി ഓഫ് സി എന്ന് പറയുന്നത് ക്യാറ്റാണ്. അപ്പോൾ 1ൻ്റെ ഇമേജ് ആപ്പിൾ, 2ൻ്റെ ഇമേജ് ബോൾ, 3യുടെ ഇമേജ് ക്യാറ്റ്. ഇപ്പോൾ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് 1 1 ആൻഡ് 1 2 ആണല്ലോ. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻവേഴ്സ് പറഞ്ഞൂടെ, നമ്മൾ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാണ്. സോ വി ക്യാൻ ഡിഫൈൻ ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് എവിടെ നിന്ന് എവിടോട്ടായിരിക്കും, ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് 1 2 3യിൽ നിന്ന് ആപ്പിൾ ബോൾ ക്യാറ്റിലോട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ആപ്പിൾ ബോൾ ക്യാറ്റിൽ നിന്ന് സെറ്റ് 1 2 3യിലോട്ടുള്ളതായിരിക്കും. ഇതിനെങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്ന് നോക്കാം. ജി കോമ്പോസിഷൻ എഫ് ബൈ ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് ഫസ്റ്റ് എലമെൻ്റ് എടുക്കുക, ആപ്പിൾ എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1 ഇസ് ഈക്വൽ ടു ആപ്പിൾ ആണ്. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് ആപ്പിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ആയിരിക്കില്ലേ. അതുപോലെ ജി കോമ്പോസിഷൻ എഫ് ഓഫ് 2 ഇസ് ഈക്വൽ ടു ബോൾ ആണ്. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് ബോൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, 2 ആയിരിക്കുമല്ലോ. ലാസ്റ്റ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് ക്യാറ്റ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. എഫ് ഓഫ് ക്യാറ്റ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇപ്പോൾ ജി കോമ്പോസിഷൻ എഫും ഡിഫൈൻ ചെയ്തു, ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സും ഡിഫൈൻ ചെയ്തു. ഇനി എന്താ കാണിക്കേണ്ടത്, ജി കോമ്പോസിഷൻ എഫ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ ഓഫ് എഫും എഫ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് എഫ് ഇൻവേർട്ടിബിൾ ആണെന്നുണ്ടെങ്കിൽ എഫ് കോമ്പോസിഷൻ എഫിൻ്റെ ഇൻവേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ജി കോമ്പോസിഷൻ എഫും അതിൻ്റെ ഇൻവേഴ്സും കൂടി കോമ്പോസിഷൻ എടുക്കുമ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടണം. അപ്പോൾ നമ്മൾ ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ്, അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് എന്ത് വരണം, ഐഡൻറ്റിറ്റി എലമെൻ്റാണ് കിട്ടണം. ഇത് എവിടെ നിന്ന് എവിടോട്ടുള്ള മാപ്പാന്ന് നോക്കാം. ജി കോമ്പോസിഷൻ എഫിൻ്റെ ഡൊമൈനിൽ നിന്ന് ജി കോമ്പോസിഷൻ എഫിൻ്റെ കോഡൊമൈനിലേക്ക്. ജി കോമ്പോസിഷൻ എഫിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് 1 2 3 ആണ്. അവിടെ നിന്ന് ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സിൻ്റെ കോഡൊമൈൻ.
കോഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് 1 2 3 ആണ്. അപ്പോൾ 1 2 3 to 1 2 3 ആണ് ഈ മാപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതിലത്തെ ഓരോ എലമെൻസിൻ്റെയും ഇമേജ് കണ്ടുപിടിക്കാം. ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1 ഈക്വൽ ടു എന്താ പറയുക, ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് ഇത്. അതായത് നമ്മൾ സാധാരണ എഴുതുമ്പോൾ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് എഴുതാറ്. അതുപോലെ ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഓഫ്, ഇനി ഇത് ഒരുമിച്ച് എഴുതാം, ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1. ഈ ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് ആപ്പിൾ ആണെന്നറിയാം, വിച്ച് ഇസ് ഈക്വൽ ടു ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് ആപ്പിൾ എന്ന് പറഞ്ഞു കിട്ടും. ഇനി ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് ആപ്പിൾ എന്ന് പറയുന്നത് 1 ആണ്. 1ൻ്റെ ഇമേജ് 1 ആണ്. അതുപോലെ ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഓഫ് 2 എടുക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് 2 എന്ന് പറഞ്ഞു കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് 1. ജി കോമ്പോസിഷൻ എഫ് ഓഫ് 2 എന്ന് പറയുന്നത് ബോൾ ആണ്. ഇനി ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് ബോൾ എന്ന് പറയുന്നത് 2 ആണ്. ഇനി ലാസ്റ്റ് ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഓഫ് 3 ഈക്വൽ ടു ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് 3, which is equal to G composition F inverse. G composition F of 3 എന്ന് പറയുന്നത് കാറ്റ് ആണ്. G composition F inverse of cat എന്ന് പറയുന്നത് 3 ആണ്. 1ൻ്റെ ഇമേജ് 1 ആണ്, 2ൻ്റെ ഇമേജ് 2 ആണ്, 3യുടെ ഇമേജ് 3 ആണ്. നമുക്കിത് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണെന്ന് പറയാലോ. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് ഓൾ ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ്. എവിടുന്ന് ഡൊമൈൻ എന്തായിരുന്നു, സെറ്റ് 1 2 3 ആയിരുന്നു. ഐഡൻറ്റിറ്റി മാപ്പിംഗ് എന്ന് പറയുന്നത് 1 2 3 to 1 2 3 ആയിരുന്നു. അപ്പോൾ ഇത് ഈക്വൽ ടു ഐ 1 2 3 എന്ന് പറഞ്ഞിട്ടും സെയിം തന്നെയാണ് തിരിച്ച് ചെയ്യുമ്പോഴും. അതായത് ജി കോമ്പോസിഷൻ എഫ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഇത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് ഈ മാപ്പിംഗ് എന്ന് പറയുന്നത് ജി കോമ്പോസിഷൻ എഫിൻ്റെ ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സിൻ്റെ ഡൊമൈനിൽ നിന്ന് ജി കോമ്പോസിഷൻ എഫിൻ്റെ കോഡൊമൈനിലേക്ക്. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, ആപ്പിൾ ബോൾ കാറ്റ് ആയിരുന്നു. ആപ്പിൾ ബോൾ കാറ്റ് അവിടെ നിന്ന് ജി കോമ്പോസിഷൻ എഫിൻ്റെ കോഡൊമൈൻ എന്ന് പറയുന്നതും ആപ്പിൾ ബോൾ കാറ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി എന്താ ഇതിൻ്റെ ഓരോ എലമെൻറ്റിൻ്റെയും ഇമേജ് എന്തായാലും നോക്കണം. ഇപ്പോൾ ജി കോമ്പോസിഷൻ എഫ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് ഫസ്റ്റ് എലമെൻറ്റ് ആപ്പിൾ ഈക്വൽ ടു ജി കോമ്പോസിഷൻ എഫ് ഓഫ് ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് ആപ്പിൾ. ഇനി വിച്ച് ഇസ് ഈക്വൽ ടു ജി കോമ്പോസിഷൻ എഫ് ഓഫ് ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് ആപ്പിൾ എന്ന് പറയുന്നത് 1 ആണ്. ഇപ്പോൾ ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1 എന്ന് പറഞ്ഞിട്ടും ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് ആപ്പിളാണ്. ഇനി സെക്കൻഡ് ജി കോമ്പോസിഷൻ എഫ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് സെക്കൻഡ് എലമെൻ്റ് എന്തായിരുന്നു, ബോളായിരുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു ജി കോമ്പോസിഷൻ എഫ് ഓഫ് ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് ബോൾ, വിച്ച് ഇസ് ഈക്വൽ ടു ജി കോമ്പോസിഷൻ എഫ് ഇൻറ്റു ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് ബോൾ എന്ന് പറയുന്നത് 2 ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു ജി കോമ്പോസിഷൻ എഫ് ഓഫ് 2 എന്ന് പറയുന്നത് ബോളാണ്. ഇനി ലാസ്റ്റത്തെ ജി കോമ്പോസിഷൻ എഫ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് ലാസ്റ്റ് എലമെൻറ്റ് കാറ്റ്, വിച്ച് ഇസ് ഈക്വൽ ടു ജി കോമ്പോസിഷൻ
F of G composition F inverse of cat. Okay. Equal to G composition F of G composition F inverse of cat എന്ന് പറയുന്നത് 3 ആണ്. ഈ G composition F of 3 എന്ന് പറയുന്നത് cat ആണ്. അപ്പോൾ ആപ്പിളിൻ്റെ ഇമേജ് ആപ്പിളാണ്, ബോളിൻ്റെ ഇമേജ് ബോളാണ്, കാറ്റിൻ്റെ ഇമേജ് കാറ്റിനെയാണ്. പിന്നെ നമുക്ക് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് ഇത് ഈക്വൽ ടു ഐ ആന്ന് പറയാലോ. അപ്പോൾ G composition F inverse ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞു കിട്ടും. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എവിടെ നിന്ന് എവിടേക്കായിരുന്നു? ആപ്പിൾ, ബോൾ, കാറ്റ്. ഐ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ആ എലമെൻറ്റിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് സെയിം എലമെൻറ്റ് തന്നെയായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ ചെയ്തതിൽ എല്ലാത്തിലും ആ ഒരു എലമെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് സെയിം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിത് ഈക്വൽ ടു ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് എഴുതിയത്. അപ്പോൾ എഫിൻ്റെ എഴുതി, ജിൻ്റെ എഴുതി, ജി കോമ്പോസിഷൻ എഫിൻ്റെ എഴുതി. അപ്പോൾ എഫും ജിയും ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് നമുക്ക് ഇൻവെർട്ടിബിൾ ആണെന്ന് പറഞ്ഞു കേട്ടോ. തസ് എഫ്, ജി ആൻഡ് ജി കോമ്പോസിഷൻ എഫ് ആർ ഇൻവെർട്ടിബിൾ. ഇത് എല്ലാത്തിൻ്റെയും ചെയ്യാവുന്ന കാരണം കൊണ്ടാണ്. അല്ലെങ്കിൽ സിമിലർലി എന്ന് പറഞ്ഞാൽ എഴുതിയാലും മതി, ടെക്സ്റ്റിലൊക്കെ അങ്ങനെ എഴുതിക്കുന്നത്. ഇതിപ്പോൾ എല്ലാത്തിൻ്റെയും ചെയ്ത കാരണം കൊണ്ടാണ് ഇത്രയ്ക്കും ടൈം എടുത്തത്. അപ്പോൾ എഫും ജിയും ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് ഇൻവെർട്ടിബിൾ ആണെന്ന് പറഞ്ഞു കിട്ടി. അപ്പോൾ അത് ഇൻവെർട്ടിബിൾ ആയപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഇൻവേഴ്സും ജി ഇൻവേഴ്സും ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സും ആണ് കറസ്പോണ്ടിങ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. നമ്മളപ്പോൾ തന്നെ കൂടെ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഒരു ഇക്വേഷനും കൂടി നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നു. അതായത് നമുക്ക് നെക്സ്റ്റ് ഇനി എന്താ കാണിക്കേണ്ടത്? ഒരു ഇക്വേഷൻ. അതായത് ജി കോമ്പോസിഷൻ എഫ് ഓൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സും. അപ്പോൾ ഇതാണ് ഇനി നെക്സ്റ്റ് കാണിക്കേണ്ടത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സും അത് എവിടെ നിന്ന് എവിടോട്ടുള്ളതാണെന്ന് നോക്കണം. കോമ്പോസിഷൻ ജി ഇൻവേഴ്സ്. അപ്പോൾ അത് ജി ഇൻവേഴ്സിൻ്റെ ഡൊമൈനിൽ നിന്ന് എഫ് ഇൻവേഴ്സിൻ്റെ കോഡൊമൈനിലേക്ക്. അപ്പോൾ ജി ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ആപ്പിൾ, ബോൾ, കാറ്റ് ആയിരുന്നു. ആപ്പിൾ, ബോൾ, കാറ്റ്. ഇനി എഫ് ഇൻവേഴ്സിൻ്റെ കോഡൊമൈൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? 1, 2, 3 ആയിരുന്നു. അപ്പോൾ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഇമേജസ്. അപ്പം എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് ഓഫ് ഫസ്റ്റ് എലമെൻ്റ് എടുക്കുകയാണ് ആപ്പിൾ. പിന്നെ ഈ ആപ്പിളിൻ്റെ ഇമേജ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതെന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇൻവേഴ്സ് ഓഫ് ആപ്പിൾ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇൻവേഴ്സ് ഓഫ് ആപ്പിൾ എന്ന് പറയുന്നത് എ ആയിരുന്നു. ജി ഇൻവേഴ്സ് ഓഫ് ആപ്പിൾ എ. ഇനി എഫ് ഇൻവേഴ്സ് ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരുന്നു? 1 ആയിരുന്നു. ഇത് തന്നെയായിരുന്നു ജി കോമ്പോസിഷൻ എഫ് ഓഫ് ഇൻവേഴ്സ് ഓഫ് ആപ്പിളിൻ്റെ ഇമേജ് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ടിൻ്റെ ഈ 1 ഈക്വൽ തന്നെയായിരുന്നു ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് ആപ്പിളിൻ്റെ ഇമേജും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഈ രണ്ടെണ്ണം സെയിമാന്ന് പറഞ്ഞ് കിട്ടിയല്ലോ. ഇനി അടുത്തത് എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് ഓഫ് സെക്കൻഡ് എലമെൻറ്റ് എടുക്കുക, ബോൾ എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇൻവേഴ്സ് ഓഫ് ബോൾ ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് ബോൾ എന്ന് പറയുന്നത് ജി ഇൻവേഴ്സ് ഓഫ് ബോൾ എന്ന് പറയുന്നത് എന്തായിരുന്നു? ബി ആയിരുന്നു. ഈ എഫ് ഇൻവേഴ്സ് ഓഫ് ബി എന്ന് പറയുന്നത് എന്തായിരുന്നു? 2 ആയിരുന്നു. ഈ 2 തന്നെയാണ് നേരത്തെ നമ്മൾ ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് ബോളിൻ്റെ ഇമേജ് എന്നും പറയുന്നത്. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി ലാസ്റ്റത്തെ എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് ഓഫ് കാറ്റ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇൻവേഴ്സ് ഓഫ് കാറ്റ് ആണ്. ഇനി എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇൻവേഴ്സ് ഓഫ് കാറ്റിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് സി ആണ്. അപ്പം എഫ് ഇൻവേഴ്സ് ഓഫ് സിയുടെ ഇമേജ് എന്ന് പറയുന്നത് എന്തായിരുന്നു? 3 ആണ്. 3 തന്നെയാണ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് ഇൻവേഴ്സ് ഓഫ് കാറ്റിൻ്റെ വന്നേക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് കിട്ടും? ഓരോന്നിൻ്റെയും ഈ രണ്ട് ഫങ്ഷനും ഓരോ വാല്യൂവിൻ്റെയും ഇമേജ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ് വരുന്നത്. കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് കറസ്പോണ്ടിങ് വാല്യൂവിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ ബോൾ എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സിൻ്റെയും ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സിൻ്റെയും ബോളിൻ്റെ ഇമേജ് 2 ആണ് വരുന്നത്. അപ്പോൾ ഇതനുസരിച്ച് നമുക്കിത് രണ്ടും ഈക്വൽ ആണെന്ന് പറയാമല്ലോ. അതായത് ഏതൊരു എലമെൻറ്റ് ഡൊമൈനിലേക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ് വരുന്നത്.
അപ്പോൾ നമുക്ക് ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ ഇതായിരുന്നു ലാസ്റ്റ് പ്രൂവ് ചെയ്യാനുള്ള റിസൾട്ട്. ഇത് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഒരു തിയറം കൊടുത്തിട്ടുണ്ട്, തിയറം 2 എന്ന് പറയുന്നത്. അത് ഈ പ്രോബ്ലത്തിൻ്റെ ജനറൽ കേസായിട്ട് പറയുന്നതാണ്. തിയറം എന്ന് പറയുന്നത് ലെറ്റ് എഫ് ഫ്രം എക്സ് ടു വൈ ആൻഡ് ജി ഫ്രം വൈ ടു സെറ്റ് ബി ടു ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻസ് ദെൻ ജി കോമ്പോസിഷൻ എഫ് ഈസ് ഓൾസോ ഇൻവേർട്ടിബിൾ വിത്ത് ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ്. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം ചെയ്തപ്പോൾ അതിൽ എക്സാമ്പിൾസ് വെച്ചിട്ടായിരുന്നു എക്സും വൈ ഒക്കെ എന്താക്കി സെഡൊക്കെ നമുക്ക് എന്താ തന്നിട്ടുണ്ടായിരുന്നു. ഇത് അതിൻ്റെ ജനറൽ കേസായിട്ട് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ തിയറത്തിൽ നമുക്ക് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് ഇൻവെർട്ടിബിൾ ആണ് കാണിക്കേണ്ടത്. വിത്ത് ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് ഇൻവെർട്ടിബിൾ ആണ് കാണിക്കണം. അപ്പോൾ ഇൻവെർട്ടിബിളിലാവാനുള്ള ഡെഫിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഈ ജി കോമ്പോസിഷൻ എഫും അതിൻ്റെ ഇൻവേഴ്സും ആ രണ്ടും കൂടി കോമ്പോസിഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടണം. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ജി കോമ്പോസിഷൻ എഫിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി കോമ്പോസിഷൻ എടുക്കുമ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടണം. തിരിച്ചും ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സും ഐഡൻറ്റിറ്റി ആയിരിക്കണം. തിരിച്ച് എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സും ഐഡൻറ്റിറ്റി ആയിരിക്കണം. പ്രൂഫ് ടു ഷോ ദാറ്റ് ജി കോമ്പോസിഷൻ എഫ് ഈസ് invertible with G composition F inverse is equal to F inverse composition G inverse. It is enough to show that F inverse composition G inverse composition G composition F is equal to Ix and G composition F inverse composition G inverse is equal to IZ. ഈ IXും IZ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജി കോമ്പോസിഷൻ ഈ കോമ്പോസിഷൻ ഫംഗ്ഷൻ എവിടെ നിന്ന് എവിടേക്കുള്ളതായിരിക്കും? ഈ ജി കോമ്പോസിഷൻ്റെ ഡൊമൈനിൽ നിന്ന് എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സിൻ്റെ കോഡൊമൈനിലോട്ടുള്ളതാണ്. നമുക്ക് എഫ് എന്ന് പറയുന്നത് എക്സ് ടു വൈ ആണ്, എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് വൈ ടു എക്സ് ആയിരിക്കും. അപ്പോൾ ഇനി ജി എന്ന് പറയുന്നത് വൈ ടു സെഡ് ആണ്. അപ്പോൾ ജി ഇൻവേഴ്സ് എന്ന് പറയുന്നത് സെഡ് ടു വൈ ആയിരിക്കും. ഇനി ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എഫിൻ്റെ ഡൊമൈനിൽ നിന്ന് ജിയുടെ കോഡൊമൈനിലോട്ട്. എഫിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താ? എക്സ് ആണ്. ജിയുടെ കോഡൊമൈൻ എന്ന് പറയുന്നത് സെഡ് ആണ്. ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് അപ്പോൾ എവിടെ നിന്നായിരിക്കും? തിരിച്ചു വരും, അതായത് സെഡ് ടു എക്സ് ആണ്. ഇനി അത് നമുക്ക് വേണ്ടത് എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് ആണ്. അപ്പോൾ എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ജി ഇൻവേഴ്സിൻ്റെ ഡൊമൈനിൽ നിന്ന് അത് സെഡ് ആണ്, എഫ് ഇൻവേഴ്സിൻ്റെ കോഡൊമൈനിലോട്ട്. എഫ് ഇൻവേഴ്സിൻ്റെ കോഡൊമൈൻ എന്ന് പറയുന്നത് എക്സ് ആണ്. ഇതും സെഡ് ടു എക്സ് ആണ്. അപ്പോൾ നോക്കി ജി കോമ്പോസിഷൻ എഫിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എക്സ് ആണ്. എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സിൻ്റെ കോഡൊമൈൻ എന്ന് പറയുന്നതും എക്സ് ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് ടു എക്സിലോട്ടുള്ളൊരു മാപ്പിംഗ് ആണ്. അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എവിടുത്തെ ആയിരിക്കും? ഐഡൻറ്റിറ്റി എലമെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ എക്സ് എന്ന് പറഞ്ഞ ഡൊമൈനിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നതായിരിക്കും. ഇവിടെ IX വരും. ഇനി ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ്. അപ്പോൾ ഈ എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സിൻ്റെ ഡൊമൈനിൽ നിന്ന് ജി കോമ്പോസിഷൻ എഫിൻ്റെ കോഡൊമൈനിലേക്ക്. അപ്പോൾ എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് സെഡ് ആണ്, ജി കോമ്പോസിഷൻ എഫിൻ്റെ കോഡൊമൈൻ എന്ന് പറയുന്നത് സെഡ് ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെഡ് ടു സെഡിലോട്ടുള്ളൊരു മാപ്പിംഗ് ആണ്. അപ്പോൾ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എവിടത്തെ ആയിരിക്കും? സെഡിൽ ഡിഫൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു IZ വന്നു, ഇതെന്ന് പറയുന്നത് IX എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്കിതിൽ പ്രൂവ് ചെയ്താൽ മതി. നമ്മൾ ഫസ്റ്റത്തെ എടുക്കുകയാണ്. നൗ എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് വിച്ച് ഇസ് ഈക്വൽ ടു, നമുക്ക് കോമ്പോസിഷൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് എന്ത് പറയാം? എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫും. ഇവിടുത്തെ കോമ്പോസിഷൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? എഫ് ഇൻവേഴ്സ്, ഇവിടെ നോക്കി ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ കാരണം ഇവിടെ നമുക്ക് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി എന്ന് പറഞ്ഞിട്ടും, അപ്പോൾ ഇതിന് നമ്മൾ കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ ഇതാണ്.
ഇതെങ്ങനെ എഴുതാൻ പറ്റുന്നത് വെച്ചാൽ നമ്മൾ ഒരു തിയറം 1 പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫിനെ നമുക്ക് മാറ്റിയിട്ട് എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. ഇത് തിയറം 1 വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നതാണ്. തിയറം വെച്ചിട്ട് നമുക്ക് എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫിനെ മാറ്റിയിട്ട് ഇതിനെ രണ്ടിനെ നമുക്ക് ഗ്രൂപ്പ് ആക്കി എഴുതാം. അതായത് എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ്. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി. അപ്പോൾ എഫും ജി എന്ന് പറയുന്നത് നമുക്ക് ഇൻവേർട്ടിബിൾ ഫങ്ഷൻസ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് എന്തായിരിക്കും, ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആയിരിക്കും. ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താ വരിക, ഐ വൈ ആണ് വരിക. കാരണം ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി എടുക്കുകയാണെങ്കിൽ ജിയുടെ ഡൊമൈൻ എന്ന് പറയുന്നത് വൈ ആണ്, ജി ഇൻവേഴ്സിൻ്റെ കോഡൊമൈൻ എന്ന് പറയുന്നത് വൈ ആണ്. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു എവിടത്തെ വൈ ടു വൈയിലോട്ടുള്ളൊരു മാപ്പിംഗ് ആണ്. അപ്പോൾ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് വൈയിലത്തെയാണ്. നമുക്കിതിനെ എങ്ങനെ എഴുതാം, എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ ജീനെ മാറ്റിയിട്ട് നമുക്ക് ഐ വൈ എന്ന് പറഞ്ഞ് എഴുതാം. കോമ്പോസിഷൻ ഈ എഫ് അങ്ങനെ തന്നെ എഴുതി. ഈ ഒരു ഫംഗ്ഷൻ്റെ കൂടെ ഐ വൈ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ചെയ്താലും ഈ സെയിം തന്നെയാണല്ലോ വരിക. അപ്പോൾ നമുക്ക് എഫ് ഇൻവേഴ്സ് ഐ വൈ ഇത് രണ്ടും കോമ്പോസിഷൻ എടുത്ത് എഫ് ഇൻവേഴ്സ് തന്നെയാണ് വരിക, കോമ്പോസിഷൻ എഫ്. അപ്പോൾ ഇനി എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എഫിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എക്സ് ആണ്, എക്സ് ടു എഫ് ഇൻവേഴ്സിൻ്റെ കോഡൊമൈൻ എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ എക്സ് ടു എക്സിലോട്ടുള്ള ഒരു മാപ്പിംഗ് ആണ്. അപ്പോൾ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്സിലായിരിക്കും. വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് ഐ എക്സ് എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ ഇതായിരുന്നു നമുക്ക് ഫസ്റ്റ് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. അതായത് എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് ഐ എക്സ് ആയിരിക്കണം. അപ്പോൾ ഒരെണ്ണം പ്രൂവ് ചെയ്യും. അടുത്ത് കാണിക്കാനുണ്ടായിരുന്നത് ജി കോമ്പോസിഷൻ എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് ആണ്. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക, ജി കോമ്പോസിഷൻ എഫ് ഇതിൽ നിന്ന് ഒരെണ്ണത്തിനെടുക്കാം. ജി കോമ്പോസിഷൻ എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ്. ഇനി തിയറം 1 അനുസരിച്ച് നമുക്ക് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. അതായത് ജി കോമ്പോസിഷൻ എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സിന് ബ്രാക്കറ്റ് കൊടുക്കുക. അപ്പോൾ എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് പിന്നെ ഒരു കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് വിച്ച് ഇസ് ഈക്വൽ ടു എന്താ വരിക, എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഐ എക്സ് ആണ് വരുന്നത്. അപ്പോൾ ജി കോമ്പോസിഷൻ ഐ എക്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് ആണ്. ജി കോമ്പോസിഷൻ അതായത് ജിയുടെ കൂടെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് കോമ്പോസിഷൻ എടുക്കുകയാണെങ്കിൽ ജി തന്നെയാണ് വരിക, കോമ്പോസിഷൻ ജി ഇൻവേഴ്സ്. ജി കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് എന്ന് പറയുന്നത് ജി എന്ന് പറയുന്നത് വൈ ടു സെഡ് ആയിരുന്നു, ജി ഇൻവേഴ്സ് എന്ന് പറയുന്നത് സെഡ് ടു വൈ ആയിരുന്നു. അപ്പോൾ ജി കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് എന്ന് പറയുന്നത് ജി ഇൻവേഴ്സിൻ്റെ ഡൊമൈനിൽ നിന്ന് ജിയുടെ കോഡൊമൈനിലോട്ട്, അതായത് സെഡ് ടു സെഡിലോട്ടുള്ളൊരു മാപ്പിംഗ് ആണ് ജി കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് വരുന്നത്. അപ്പോൾ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എവിടെയായിരിക്കും ഉണ്ടായിരിക്കാം, സെഡിലായിരിക്കുമല്ലോ. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് ഐ സെഡ് എന്ന് പറഞ്ഞു ചെയ്താലോ. ഇത് രണ്ടാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ തിയറം ഇങ്ങനെയാണ് പ്രൂവ് ചെയ്തത്. അപ്പോൾ ക്വസ്റ്റ്യനിലോ തിയറത്തിലോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. താങ്ക് യു.